ആലപ്പുഴ പുളുങ്കുന്ന് പഞ്ചായത്തിൽ കോൺഗ്രസ് അംഗം കൂറുമാറി LDF-ൽ ചേർന്ന് പഞ്ചായത്ത് പ്രസിഡന്റായി 10ാം വാർഡിൽ നിന്നും വിജയിച്ച കോൺഗ്രസ് അംഗം ഔസേപ്പച്ചനാണ് LDF-ൽ ചേർന്ന പഞ്ചായത്ത് പ്രസിഡന്റായത്. സുധീഷ് ഗോപാൽ ഒരിക്കൽ കൂടി ചേരുന്നുണ്ട്. സുധീഷ്, നേരത്തെ ഈ പാലക്കാട് ജില്ലയിൽ സമാനമായൊരു സംഭവം അരുൺ ആലത്തൂർ റിപ്പോർട്ട് ചെയ്തിരുന്നു. ഇപ്പോഴത്തെ ആലപ്പുഴയിലും കോൺഗ്രസിന്റെ മെമ്പറായി വിജയിച്ചതിന് ശേഷം LDF-ന്റെ പഞ്ചായത്ത് പ്രസിഡന്റ് ആവുകയാണ്. ആലപ്പുഴയിൽ എന്തൊക്കെയാണ് സംഭവിച്ചത് സുധീഷ്? ഗൗതം, ഇത് പുളിങ്കുന്ന് പഞ്ചായത്തിലാണ്. ഇവിടെ 7 അംഗങ്ങളാണ് കോൺഗ്രസിനും UDF-നുണ്ടായിരുന്നത്. 6 പേർ LDF-ലും 3 NDA-ക്കുമാണ് ഉണ്ടായിരുന്നത്. അതിൽ UDF-ലൊപ്പം ഉണ്ടായിരുന്ന ഔസേപ്പച്ചൻ നേരെ LDF-നൊപ്പം ചേരുകയും LDF-ന്റെ പ്രസിഡന്റ് സ്ഥാനാർത്ഥിയായി മത്സരിക്കുകയുമാണ് ചെയ്തത്. അങ്ങനെ 6 പേരുണ്ടായിരുന്ന LDF-ന് ഔസേപ്പച്ചൻ കൂടി വന്നതോടെ 7 പേരാവുകയും വിജയിക്കുകയും ചെയ്തു. അങ്ങനെ ഔസേപ്പച്ചൻ പ്രസിഡന്റ് ആവുകയും കോൺഗ്രസ് നിർദ്ദേശിച്ചിരുന്ന ജോഷി മോനെയായിരുന്നു കോൺഗ്രസ് പ്രസിഡന്റ് സ്ഥാനാർത്ഥിയായിട്ട് നിർദ്ദേശിച്ചത്. 6 വോട്ടുകൾ മാത്രം നേടിയ ജോഷിമോൻ പരാജയപ്പെടുകയുമാണ് ചെയ്തത്. ഇത് കൂറുമാറ്റത്തിലൂടെയാണ് ഇത്തരത്തിൽ LDF-നൊപ്പം ചേർന്ന് പ്രസിഡന്റ് ആവുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. അത് ജനഹിതത്തിന് നേർ വിപരീതമായി തന്നെ വന്നിരിക്കുന്നു പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് എന്നത് വേണം നമുക്ക് അനുമാനിക്കാൻ. അത്തരത്തിൽ കൂറുമാറിക്കൊണ്ട് LDF-നൊപ്പം ചേർന്ന് UDF അംഗം പ്രസിഡന്റ് സ്ഥാനം നേടിയിരിക്കുന്നു. അത് കോൺഗ്രസിനുള്ളിലെ ഭിന്നതയും അതിന് കാരണമായതായാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഗൗതം. ഓക്കെ സുധീഷ്, ഇപ്പോൾ പാലക്കാടിന് സമാനമായി ആലപ്പുഴയിലും UDF സ്ഥാനാർത്ഥിയെ വിജയിച്ച വ്യക്തി ഔസേപ്പച്ചൻ എന്നയാളാണ് ഇപ്പോൾ LDF-ന്റെ പഞ്ചായത്ത് പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നത്. ഇത്തരത്തിൽ കൂടുവിട്ട് കൂടുമാറ്റം, അതോടൊപ്പം തന്നെ ഒരു രാത്രി കൊണ്ട് പാർട്ടി വിട്ട് മറ്റു പാർട്ടിയിൽ ചേരുക, ഇത്തരം സംഭവങ്ങളൊക്കെ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് മുൻപും നമ്മൾ കാണുന്നതാണ്. ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിലും സമാനമായ സംഭവങ്ങളാണ് റിപ്പോർട്ട് ചെയ്യുന്നത്.